വീണ്ടും നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നു. കാട്ടാനാക്രമണത്തിൽ ഒരു മരണം കൂടി അവിടെ ഉണ്ടായി. മേപ്പാടി എരുമക്കൊല്ലി സ്വദേശി അറുമുഖനാണ് മരിച്ചത്. സുർജിത്ത് അയ്യപ്പത്ത് എരുമക്കൊല്ലിയിൽ എത്തിയിട്ടുണ്ട്. എരുമക്കൊല്ലിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ സുർജിത്ത് നൽകും. സുർജിത്ത്, എന്താണ് അവിടുത്തെ സാഹചര്യം? എങ്ങനെയാണ് അദ്ദേഹം കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടത്? ജികുമാർ, ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് എരുമക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്താണ്. ചെമ്പ്രമരയുടെ താഴ്ഭാഗത്തായി തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒരു റോഡുണ്ട്. ഇവിടെ പൂളക്കുണ്ട് കോളനി പറഞ്ഞ കോളനിയുണ്ട്. അവിടെ ഉള്ള ആളാണ് ഇദ്ദേഹം. അറുമുഖൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പുറത്തുനിന്ന് ഇവിടേക്ക് തേയിലത്തോട്ടം വഴി നടന്നു വരുമ്പോഴാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. 8 മണിയോട് കൂടിയാണ് കാട്ടാന ആക്രമിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. നിലവിലിപ്പോൾ പ്രദേശവാസികളെ സംബന്ധിച്ച് അവർ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട്. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇവിടെ പോലീസും ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എത്തിയിട്ടുണ്ട്. എന്തായാലും പ്രദേശവാസികളോട് തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് സംഭവിച്ചത്? ഞങ്ങൾ ഒന്നിച്ച് കടയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 7:30 വരെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പോവാറിഞ്ഞു മൂപ്പര് ഇങ്ങോട്ട് പോകുന്നു. പക്ഷേ നമ്മൾ ഒരു ഓട്ടോ വിളിച്ചിട്ടാണ് മൂപ്പര് വന്നത്. മൂപ്പര് ഭയങ്കര ഇതായിപ്പോയി. നമ്മൾ അത്രയും ഇതായിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ അത്രയും വർത്താനൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് ഇവിടെ മൂപ്പര് ഒരു ഓട്ടോ വിളിച്ച് വന്നതാ. പിന്നെ മൂപ്പര് വിളിച്ചിട്ട് ഫോണ് കിട്ടില്ല. ഇവിടെ കരയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ വിളിച്ചിട്ട് പിന്നെ മൂപ്പരെ വിളിച്ചിട്ട് കിട്ടണില്ല. അപ്പം ഞങ്ങൾ വന്ന് നോക്കുകയാണ്. അപ്പോൾ ഈ ആൾക്കാരും ഇവരെല്ലാവരും കൂടി അവരെ മൂപ്പരെ തിരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മൊത്തം തിരഞ്ഞു, കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഇവർ മുകളിലേക്ക് വണ്ടി എടുത്ത് വന്നു. അവിടുന്ന് താഴെ മെയിൻ റോഡിൽ നിന്ന് മുകളിലേക്ക് വണ്ടി എടുത്ത് വന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വിളിക്കുകയാണ്. ഞങ്ങൾ തിരയാണ് എല്ലായിടത്തും. ഞങ്ങൾ 8 മണി മുതൽ മൂപ്പര് തിരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മൂപ്പര് വിളിച്ച് നമ്മളെ സംസാരിക്കുമ്പോൾ ഇവിടെ മുകളിലുണ്ടടാ, ഇവിടെ കിടക്കുകയാണെന്ന് പറയും. ഒരു 8:30 ആകുമ്പോഴത്തേക്കും മുകളിൽ ഇവിടെ കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 8:15 നമ്മൾ ഇവിടെ നിന്ന്. എങ്ങനെ ഞങ്ങൾ ജീവിക്കണ്ടേ ഞങ്ങൾക്ക് ഇവിടെ? ഇവിടെ സ്ഥിരം കാട്ടാനശല്യമുള്ള പ്രദേശമാണോ? ഇവിടെ കാട്ടാനശല്യം ഇവിടെ നല്ല വയനാട്ടിലെ എല്ലായിടത്തും കാട്ടാനശല്യമുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ അച്ഛൻ 9 വർഷം മുന്നേ മരിച്ച ആളാണ്. ഇയാളെ ഞങ്ങൾ 8 മണി, എൻ്റെ താത്തയാണ്, രക്തബന്ധം കൊണ്ടല്ല, ഞങ്ങളെ സുഹൃത്ത് ബന്ധം കൊണ്ട് എൻ്റെ താത്തയാണ്. 8 മണി മുതൽ ഞങ്ങൾ കാത്തുകൊണ്ട് നിൽക്കുക. വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. ഞങ്ങൾ വന്നപ്പോൾ ഈ അവസ്ഥയാണ് കാണുന്നത്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? നാളെ എനിക്കോ ഇവനക്കോ ആർക്കാണെങ്കിലും ഇത് വരും, ഉറപ്പാ, 100% ഉറപ്പാ. പോലീസുകാർ 8 മണിക്ക് വിളിച്ചിട്ട് 9 മണിക്ക് അവരെത്തി. ഇപ്പൊ 10:30 ഫോറസ്റ്റർ DFOനെ ഞങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. DFO ഇതുവരെ വന്നിട്ടില്ല. വരും, എന്തായാലും വരും. ഒരു 10, 11, 12 മണിക്കുള്ളിൽ വരും. വന്നു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമോ, 2 വാഗ്ദാനം തരും. 2 വാഗ്ദാനത്തിൽ ഇവിടുന്ന് എടുക്കണം, അത് കൊണ്ടുപോകണം, സംസ്കരിക്കണം, കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ നമ്മളിങ്ങനെ നടക്കണം. അതേ ഇവിടെ നടക്കുള്ളൂ. അതിന് വേറെ കൂടുതലൊന്നും പറയല്ല. അതേ നടക്കുള്ളൂ. ഞാൻ 9 വർഷമായിട്ട് ഞാൻ നടക്കുന്നയാ. എൻ്റെ അടുത്ത് എന്താ പറഞ്ഞറിയോ, കുറേ വാഗ്ദാനങ്ങൾ പറഞ്ഞ്. ആ വാഗ്ദാനത്തിൻ്റെ പുറകെ ഞാൻ 9 വർഷം ഞാൻ നടക്കുന്ന ആളാ. മൂപ്പര് ഞങ്ങൾ 8 മണിക്ക് ഞങ്ങൾ മേപ്പാടിന്ന് ഞങ്ങൾ പിരിഞ്ഞ ആളാ. പിരിഞ്ഞു കഴിഞ്ഞിട്ട് മൂപ്പരെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. എൻ്റെ സുഹൃത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു കാട്ടാന അങ്ങനെ ചീറുന്നുണ്ട്. മൂപ്പര് എവിടെ ചോദിച്ചു, ഹരി. മൂപ്പര് പറഞ്ഞു ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് എന്താണെന്ന് അറിയില്ല. ലാസ്റ്റ് ഞങ്ങൾ ബൈക്ക് എടുത്ത് വന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് അതേപോലെ ആൾക്കാർ തിരയുന്നുണ്ട്. ലാസ്റ്റാണ് ഇവിടെ കണ്ടുപിടിച്ചത് ഞങ്ങൾ. എന്നിട്ട് ഇപ്പോൾ പോലീസുകാർ വന്നിട്ട് എന്താ പറയുന്നത് അറിയോ, ഇപ്പം നമുക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതാണ് പോലീസുകാരെ. എന്ത് കാര്യയിലുള്ളത്? എന്തായാലും ഈ മനുവിന്റെ അങ്ങനത്തെ ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായ ആളാണ്. അദ്ദേഹത്തിന്റെ അച്ഛനെ 9 വർഷം മുമ്പ് കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഒരു അനുഭവം കൂടി അദ്ദേഹത്തിനുണ്ട്. ആ അനുഭവം കൂടിയാണ് അദ്ദേഹം വൈകാരികമായി തന്നെ പങ്കുവെക്കുന്നത്. ഈ നാട്ടിൽ ഈ പൂളക്കുണ്ട് എന്ന് പറയുന്നത് തൊട്ടടുത്ത്, അതായത് ഏതാണ്ട് ആ ഉന്നതിയിലേക്ക് അധികം ദൂരം പോലും ഇവിടെ നിന്നില്ല. ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം അകലെയാണ് ഈ പ്രദേശം. പൂർണ്ണമായും തേയിലത്തോട്ടമാണ്. ആ തേയിലത്തോട്ടത്തിന് നടുക്കാണിത്. ഇവിടെയാണ് ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ തൊഴിലാളികൾ ജോലിക്ക് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഈ ചമ്പ്ര പീക്ക് എസ്റ്റേറ്റിലെ നമ്പർ 1 എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. അതിനോട് പ്രാന്തപ്പെട്ട ഈ കാട്ടിൽ നാളെ രാവിലെ എസ്റ്റേറ്റിലേക്ക് ജോലിക്ക് വരാവുന്ന സ്ത്രീകളൊക്കെ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണിത്. എന്ത് സുരക്ഷിതത്വമാണ് ഇവിടെ ഉള്ളത്? എന്തായാലും ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുണ്ട്. മേപ്പാടി പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നവാസും രാജു ഉൾപ്പെടെയുള്ളവരുണ്ട്. എന്താണ് നിങ്ങൾക്ക്
അല്ലല്ല, ഇതിൻ്റെ ശാശ്വത പരിഹാരം, കാരണം അത് കുറേ കാലങ്ങളായിട്ട് മേപ്പാടിയിൽ എത്രാമത്തെ കാട്ടാന ചവിട്ടിക്കൊന്നുള്ള ആക്രമണമാണ് ഇത്. നേരത്തെ ഇവരൊക്കെ പറഞ്ഞവർക്ക് ഒരു കാട്ടാന ചവിട്ടിക്കൊന്ന ഒരാളുടെ മകനാണ് നേരത്തെ നിങ്ങളോട് സംസാരിച്ചത്. അതേപോലത്തെ ഒലക്കൊക്കെ അന്ന് കൊടുത്ത വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങളുടെ പുറമെ ഇത് എടുത്തുകൊണ്ട് പോയി സംസ്കരിക്കുക, പിന്നെ അതിന് മുകളിലല്ല, ഇത് നിരന്തരമായിട്ട് ഈ ആനകൾ ഇവിടുന്ന് തുരത്തി ഇവിടുന്ന് മാറ്റുന്നത് വരെ ഇതിനൊരു ശാശ്വത പരിഹാരം കാണും. ഇതെന്നും ഇത് നേരത്തെ പറഞ്ഞില്ലേ, ഇത് ഉന്നതിക്ക് പോകാൻ 100 മീറ്ററും കൂടി ഉള്ളൂ. ആളുകൾ സഞ്ചരിക്കുന്ന വഴികളാണ്. ഈ വഴികളിൽ ആളുകൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാത്ത വിധത്തിൽ കാട്ടാനയുടെ ആക്രമണം നിരന്തരം വർദ്ധിച്ചു വരുന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ശാശ്വത പരിഹാരം, അതിന് ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഇവിടെ എത്തട്ടെ. അതിന് പരിഹാരം ചെയ്തതിന് ശേഷം എന്താണ് ഇത് 7ാമത്തെ 8ാമത്തെയോ ഒരു മരണമാണ് മേപ്പാടി സംഭവിക്കുന്നത്. ഇവിടെ ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഒരു പ്രശ്നം തീർക്കുകയല്ല വേണ്ടത്. ഒരു ജീവന് ലക്ഷങ്ങളെ വിലയിൽ തീരില്ല. ശാശ്വതമായ നമ്മൾ സാധാരണ ഒരു വിഷയങ്ങളിൽ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഇവിടുത്തെ പൊതുജനങ്ങൾ അതിൻ്റെ മാന്യത അനുസരിച്ച് സംസാരിക്കും. ഒരു മൃതശരീരത്തോട് അനാദരവ് കാണിക്കരുത് എന്ന ഉദ്ദേശത്തിൽ. പക്ഷേ ഇത് വിഷയം അതല്ല. ഇത് വളരെ ഒരു വൈകാരികമായിട്ട് സംസാരിക്കുന്നതല്ല. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ആവശ്യമാണ്. കാരണം ഓരോ ഇൻസിഡൻറ്റ് നടക്കുമ്പോഴും അവിടെ ഓരോ കോംപ്രമൈസ് ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പിരിഞ്ഞു പോകും. പക്ഷെ ഇവിടെ എല്ലാവർക്കും ജീവിക്കണം, അത് നടക്കൂല. ഇനി ആ വിഷയത്തിൽ നടക്കൂല. കാരണം ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം വേണം. എന്തായാലും ചേട്ടൻ പ്രദേശവാസിയായിട്ടുള്ള ആണല്ലോ. ഞാനിത് അവിടെ ഇയാളെ വീട്ടിന്റെ അടുത്ത് പണിയെടുത്ത ആളാണ്. ഇവരൊക്കെ എന്നെ അറിയുന്ന ആൾക്കാരാണ്. ഇതുണ്ടോ ഇതവരൊക്കെ മൂപ്പര് തെരയാണ്. വീട്ടിൽ നിന്ന് ആനന്റെ ഒച്ച കേട്ടിട്ട് ആന വന്നിട്ട് അങ്ങനെ മരം പിടിച്ച് കുലുക്കുന്ന ഒച്ച കേട്ടിട്ട് മൂപ്പര് തെരയായിരുന്നു. ഞങ്ങളെല്ലാവരും പാടെ കോളനിയിലുള്ളവർ മൊത്തം ടൗണിലേക്ക് പോയത് ആരൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട്. ടൗണിലേക്ക് പോയാൽ എല്ലാവരും വന്നു, ഒരാൾ മാത്രമേ മിസ്സുള്ളൂ. അപ്പോൾ ആന ചീറിയിട്ട് എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടാകും. വണ്ടി എടുക്കട പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടിയും കൊണ്ട് തെരഞ്ഞു വന്നതാ. എന്തായാലും ഇത്തരത്തിലുള്ള അനുഭവം നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. കാരണം ഇവിടെ അട്ടമല എന്ന് പറയുന്ന പ്രദേശത്ത് സമാനമായ രീതിയിൽ തന്നെ ഒരു യുവാവിനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു അനുഭവം കൂടി അട്ടമലയിൽ ഉണ്ടായി. അതിന്റെ തലേ ദിവസം നൂൽപ്പുഴയിലും അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ നാട്ടുകാർ പറയുന്നത് ഇതിൽ അവർ ഉന്നയിക്കുന്ന പ്രതിഷേധം സ്വാഭാവികമായി ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ രീതിയിൽ പ്രതിഷേധവും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് തോട്ടം മേഖലയാണ്. തോട്ടം മേഖലയിലാണ് ഇങ്ങനെ ഒരു കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത്, അതായത് ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം അകലെയാണ് ഈ ഉന്നതി എന്ന് പറയുന്നത്. ആ ഉന്നതിയിലേക്ക് പോകുന്ന വഴി, അതായത് മേപ്പാടി ടൗണിൽ നിന്ന് ആ ഉന്നതിയിലേക്ക് പോകുന്ന വഴിയാണ് അറുമുഖനെ കാട്ടാന ആക്രമിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മേഖല നിരന്തരം ഈ കാട്ടാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയാണ്. അത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. നാട്ടുകാരൊക്കെ രാത്രി വൈകിയും അവിടെ എത്തിയിട്ടുണ്ട്. ഒരു മേപ്പാടി എരുമക്കൊല്ലി ആ സ്ഥലത്തു നിന്നാണ്. അവിടെ അറുമുഖൻ എന്നയാളാണ് മരിച്ചത്. അങ്ങേറ്റം ദാരുണമായ ഒരു മരണമാണ്. അദ്ദേഹത്തെ തേടി സുഹൃത്തുക്കൾ നടക്കുന്നതിനിടെയാണ് അദ്ദേഹത്തെ ആന ചവിട്ടി കൊന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. സുർജിത്ത് അയ്യപ്പത്താണ് എരുമക്കൊല്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.